എടയാർ വ്യവസായ മേഖലയിൽ നിന്നുള്ള രാസമാലിന്യം പെരിയാറിൽ തള്ളിയതിനെ തുടർന്ന് മത്സ്യങ്ങൾ കൂട്ടത്തോടെ ചത്തുപൊങ്ങി. മത്സ്യ കർഷകർക്കുണ്ടായത് ലക്ഷങ്ങളുടെ നഷ്ടമാണ്. പ്രദേശവാസികൾക്ക് ശ്വാസം മുട്ടലും ചൊറിച്ചിലും അനുഭവപ്പെടുന്നതായി പരാതി ഉയരുന്നുണ്ട്. ഏലൂർ, ചേരാനെല്ലൂർ, വരാപ്പുഴ, മൂലമ്പിള്ളി ഭാഗങ്ങളിലായി കൂടുകളിൽ മത്സ്യകൃഷി നടത്തിയ 200ഓളം കർഷകർക്കാണ് വലിയ സാമ്പത്തിക നഷ്ടമുണ്ടായത്. കളാഞ്ചി, കരിമീൻ തുടങ്ങിയ മീനുകൾ വിളവെടുപ്പിന് പ്രായമായിരിക്കെയാണ് കൂട്ടത്തോടെ ചത്തത്. ഇന്നലെ രാത്രി മുതലാണ് മീനുകൾ ചത്തുപൊങ്ങാൻ തുടങ്ങിയത്. മീനൊന്നും ഇതുവരെ അങ്ങനെ ചത്തിട്ടില്ല. ഇന്നലെയാണ് ഇങ്ങനെ വന്നത്. എടയാർ ഭാഗത്ത് പ്രവർത്തിക്കുന്ന ചെറുതും വലുതുമായ വ്യവസായ സ്ഥാപനങ്ങളിൽ നിന്നുമാണ് രാസമാലിന്യങ്ങൾ നദിയിലേക്ക് ഒഴുക്കുന്നതെന്നും മാറി മാറി ഭരിച്ച ഒരു സർക്കാരും ഇതിന് പരിഹാരം തേടുന്നില്ലെന്നും നാട്ടുകാർ പറയുന്നു. ഗവൺമെന്റ് എടുക്കണം. അത് FACT, TCC, ഫെഡോ, അത് കൂടാതെ തന്നെ 10-12 ചെറുകിട കമ്പനികളും ഇവിടെയൊക്കെ ഉണ്ടാക്കുന്ന വിഷമാണ്. ഇതിൻ്റെ മാലിന്യം വിഷമാണ്. ഇത് ഓക്സിജൻ കിട്ടാതെയാണ് മത്സ്യം മരിച്ചു പോകുന്നത്. ഓക്സിജൻ കിട്ടുന്നില്ല. ഒരുപാട് മത്സ്യങ്ങൾ ചത്തുപൊന്തി. ഇത് ഓരികളയുന്നു. എത്ര രൂപയുടെ മത്സ്യമാണത്. അതുകൊണ്ട് ഇത് ഗവൺമെൻറ് ഇതിന് ശക്തമായ നടപടിയെടുക്കാതെ ഈ ഫാക്ടറി ഉടമകൾ ഇത് നിർത്തില്ല. ശ്വാസതടസ്സവും ശരീരത്തിൽ ചൊറിച്ചിലും അനുഭവപ്പെടുന്നതായും നാട്ടുകാർ പറയുന്നു. ഇപ്പോൾ വെള്ളത്തിലിറങ്ങിയിട്ട് ചെറിയ തോതിലുള്ള ചൊറിച്ചിലും വന്നിട്ട് ഞാൻ രാവിലെ തുടങ്ങി മീനുകളൊക്കെ കോരി കൊണ്ടിരിക്കുകയാണ്. കൂട് വൃത്തിയായിക്കൊണ്ടിരിക്കുന്ന ചെറിയ തോതിലുള്ള ചൊറിച്ചിലുകളും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. രാസമാലിന്യം ഒഴുക്കിയ സ്ഥാപനം കണ്ടെത്തി നടപടി സ്വീകരിക്കണമെന്നും മത്സ്യ കർഷകർക്ക് അർഹമായ നഷ്ടപരിഹാരം നൽകണമെന്നുമാണ് നാട്ടുകാരുടെ ആവശ്യം. ജനം, കൊച്ചി.